ഹലോ, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്ന് ഞാൻ വന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു കബാബിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. പാലക്കും പൊട്ടറ്റോയും ഒക്കെ കൂടി ചേർന്ന് മല്ലിടയിലയും ഒക്കെ കൂടി ചേർന്ന ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹരാബര കബാബ്. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ ജിഞ്ചറും കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടാണ് കേട്ടോ ചോപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് 1 കപ്പ് ഒനിയൻ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോയിൽ ഞാൻ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. നന്നായി സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് പാലക്ക് ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. 2 പച്ചമുളക് ചെറിയ പീസായിട്ട് മുറിച്ചതും ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. പാലക്ക് വെള്ളമില്ലാത്ത രീതിയിൽ വേവിച്ചെടുക്കാൻ നോക്കണം കേട്ടോ. ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയാണ് ഇടുന്നത്. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ എഗെയിൻ ഒരു പാലക്ക് വേവുന്ന വരെ ഒന്ന് അടച്ചു വെക്കാം. പാലക്ക് ചെറുതായി അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കാവും. ഇപ്പം ഇതാ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം. വെള്ളമൊക്കെ ഫുള്ള് ഡ്രെയിൻ ഔട്ട് ആവണം കേട്ടോ. വെള്ളം ഒട്ടും ഉണ്ടാവരുത്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ സോഗിയായി പോകും കബാബ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചാറ്റ് മസാല, ഒരു നോർത്ത് ഇന്ത്യൻ ആണ് കേട്ടോ ഹരാബര കബാബ്, ഒരു 1/2 ടീസ്പൂൺ ആംചൂർ ഡ്രൈഡ് മാംഗോ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒട്ടും പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച പൊട്ടറ്റോ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പാലക്കിന്റെ അളവ് കൂടുതലായാൽ കുറച്ച് നമുക്ക് സോഗിയായ ഒരു ഫീൽ വരും. അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് പാലക്ക എടുത്തിട്ടുള്ളൂ. ഒരു 3 പൊട്ടറ്റോ ആണ് എടുത്തത്. ഇനി ഇതിൽ നമുക്ക് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കണം. പൊട്ടറ്റോ നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെക്കുന്നതാണ് നല്ലത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ മല്ലിടയിലയും കൂടി ഇട്ടിട്ടുണ്ട്. നല്ലവണ്ണം 1 ടേബിൾ സ്പൂൺ കസൂരി മെത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. നല്ല ഫ്രഷ് മെത്തി കിട്ടുകയാണെങ്കിൽ അത് പാലക്കിന്റെ കൂടെ വേവിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്. ഇതിനെ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പം ഇത് നമ്മുടെ മിക്സൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി തണുത്തതിനെ നമ്മൾ കുറച്ചൊരു വെള്ളമുള്ള പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഒന്നും കൂടി ടൈറ്റ് ആവാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ഇട്ടിട്ട് നമുക്കതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ബ്രെഡ് ക്രംസ് ഇല്ല എങ്കിൽ അരിപ്പൊടി തന്നെ ചേർത്താലും മതി കേട്ടോ. ഇപ്പം ഇത് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. എനിക്കൊന്നും കൂടി ടൈറ്റ് ആവണം. അതുകൊണ്ട് ഞാൻ എഗെയിൻ 1 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഇതിനെ ഒന്നും കൂടി ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഇത് നല്ല കട്ടി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ആദ്യം ഉരുളകളായി എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതിൽ കാണിക്കുന്ന പോലെ നമുക്കതിനെ നോർമൽ കബാബ്സ് ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കിയെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ് ഫ്രൈയും ചെയ്തെടുക്കാം. ഞാൻ പക്ഷെ ഡീപ് ഫ്രൈ ചെയ്യാറില്ല. സാധാരണയായിട്ട് ഇതേപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി അതിനെ ഓരോന്നായി വെക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ മിക്സ് കുറച്ച് നല്ല ടൈറ്റ് ആയിരിക്കണം കേട്ടോ. സോഗി ആവരുത്. ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം എല്ലാവിടെയും ആവും. നമുക്ക് കുറച്ച് ഓയിൽ ഡ്രിസിൽ ഇതും കൂടി കൊടുക്കാം. ഓയിൽ ഇല്ലാതെയും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു പ്രോബ്ലവും ഇല്ല. ഞാൻ നല്ല ഗോൾഡനിഷ് വരാനായിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ ഡ്രിസിൽ ചെയ്യുന്നൊന്ന് മാത്രം. നന്നായി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതിനെ നമുക്ക് മറിച്ചിടാം. ഹരാബര കബാബ് പറഞ്ഞിട്ട് എന്തത്ര ഹര കളർ ഇല്ല എന്ന് വിചാരിക്കണ്ട കേട്ടോ. നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർത്തിയിട്ടില്ല. പക്ഷെ പാലക്കിന്റെയും മല്ലിയുടെയും കസൂരി മെത്തിയുടെയൊക്കെ നല്ലൊരു മണം ഉണ്ട് അതിന്. ഇത് ഞാൻ മറിച്ചിട്ട് കുറച്ച് ഓയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒരു 5 മിനിറ്റോളം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഇപ്പൊ കണ്ടോ 2 സൈഡും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട്. നമുക്കിതിനെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഹരാബര കബാബ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ പറ്റിയൊരു ഗ്രീൻ ചട്നിയും കൂടി വെച്ചിട്ടുണ്ട്, മല്ലിയുടെ ചട്നി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.